പിന്നെ കോർത്താല ശിവ ജനതാ ഗാരേജ് ഇതിനു മുമ്പ് ഡയറക്റ്റ് ചെയ്ത ആളാണ്. എന്തായാലും അതിനകത്ത് ഞാൻ ജനതാ ഗാരേജ് ഞാൻ കണ്ടു. അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. സിനിമ സാറ്റിസ്ഫൈഡാണ്. മ്യൂസിക് അനിരുദ്ധിൻ്റെ മ്യൂസിക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ചില പടങ്ങളിൽ കുറച്ചൊന്ന് ഡൗൺ ആയ പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല ഈ പടത്തിൽ. നെഗറ്റീവ് റിവ്യൂ കമൻറ്റ് അങ്ങനെ കുറേ വരുന്നുണ്ട്. അത്ര അങ്ങ് നെഗറ്റീവ് ആണെന്ന് പറയാനില്ല. തമിഴ് കണ്ട കുറച്ചുകൂടെ നന്നായിരിക്കും. മലയാളം ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നിയത്. ഒരു ടിപ്പിക്കൽ തെലുഗു പടമാണ് ഇതിൻ്റെ അങ്ങനെ ജനതാഗരന് ശേഷം നമ്മുടെ ജൂനിയർ NTRും കോർട്ടല ശിവയെ ഒന്നിക്കുന്ന ദേവര പാർട്ട് 1 റിലീസാണ്. സിനിമയിലുണ്ടെന്ന് സിനിമയാണ് പ്രശ്നം ചോദിച്ചു നോക്കാം. കൂടാതെ നിങ്ങൾ സിനിമ കണ്ടവരാണെങ്കിൽ സിനിമയുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കുഴപ്പമില്ല, കൊള്ളാം, കണ്ടുകൊണ്ടിരിക്കാം. ഓൺ ടൈം വാച്ച് പൊളി തന്നെ. BGM ഒക്കെ കുഴപ്പമില്ല, കണ്ടുകൊണ്ടിരിക്കാം. പാൻ ഇന്ത്യൻ ആയിട്ടുള്ള ജനതാ ഗാരേജിൻ്റെ അത്ര ആയിട്ടില്ല, ആ ഒരു ഇതില്ല. ഇത് നമുക്ക് വിഷ്വൽ എഫക്റ്റ് ഉണ്ട്, വേറെ കുഴപ്പമൊന്നുമില്ല. സിനിമ കൊള്ളാം, നല്ല സിനിമ. NTRൻ്റെ ഒരു സ്ഥിരം സ്റ്റൈലാണല്ലോ. ഇതിനു മുമ്പ് ജനതാ ഗാരേജ് മാത്രമേ ഞാൻ NTRൻ്റെ കണ്ടിട്ടുള്ളൂ. പിന്നെ NTRൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ്, പിന്നെ അങ്ങയുടെ ഡാൻസ് സ്റ്റൈല്, അതെല്ലാം കണ്ടുകൊണ്ടിരിക്കാൻ സുഖമുണ്ട്. പിന്നെ കോർത്താല ശിവ ജനതാ ഗാരേജ് ഇതിനു മുമ്പ് ഡയറക്റ്റ് ചെയ്ത ആളാണ്. എന്തായാലും അതിനകത്ത് ഞാൻ ജനതാ ഗാരേജ് ഞാൻ കണ്ടു. അതിൽ കൺവിൻസ്ഡ് ആയതുകൊണ്ടാണ് ഞാൻ ഈ സിനിമ കാണാൻ വന്നത്. സിനിമ സാറ്റിസ്ഫൈഡാണ്. പിന്നെ കേരളത്തിലുള്ളവർക്ക് അത് ഇഷ്ടപ്പെടുമോയെന്ന് അറിഞ്ഞൂടാ. ഒരു കന്നഡക്കാർക്ക് KGF ആവാമെങ്കിൽ അവർക്ക് തെലുങ്കാർക്ക് ഇങ്ങനെ വന്നാവാം. പിന്നെ സൈഫ് അലി ഖാനും കൂടെ വന്നപ്പോൾ ഒരു പാൻ ഇന്ത്യൻ ഫീൽ വന്നിട്ടുണ്ട് സിനിമയ്ക്ക്. സെക്കൻഡ് പാർട്ട് ഉറപ്പായിട്ട് ഞാൻ കാണും. അതായത് കോർത്താല ശിവ എന്ന് പറഞ്ഞ ഡയറക്ടർ നമ്മളെ മലയാളത്തെ IV ശശിയെ പോലത്തെ ഒരു ഡയറക്ടർ. ആ സിനിമ സാറ്റിസ്ഫൈയിങ് ആണ്. സിനിമ ബോറടിക്കാനൊന്നുമില്ല. ഇന്ത്യൻ 2 വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്ററാണ്. ഒരു ആവറേജ് പടമാണ്. ഞാൻ മലയാളമാണ് കണ്ടത്. സോങ്സ് എല്ലാം അതുകൊണ്ട് തന്നെ മലയാളം ആയതുകൊണ്ട് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. പിന്നെ ഈ കുറേ നെഗറ്റീവ് റിവ്യൂ കമൻറ്റ് അങ്ങനെ കുറേ വരുന്നുണ്ട്. അത്ര അങ്ങ് നെഗറ്റീവ് ആണെന്ന് പറയാനില്ല. പടം ഒരു ആവറേജ് പടം. തിയേറ്ററിൽ വന്ന് കാണാം. ഒരു തവണത്തേക്ക് ഒരു വൺ ടൈം ആയിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റുന്നൊരു പടമാണ്. പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നും അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ കുറേ ആക്ടേഴ്സിനെ മിക്സ് ചെയ്തിട്ടുള്ളത് കൊണ്ട് കണ്ടിരിക്കുക. ഒരു അങ്ങനെയുള്ളൊരു പടമാണ്. നെഗറ്റീവ് അടിക്കാൻ വഴിയുണ്ട്, എന്നാലും അത്ര അങ്ങ് തരം താഴ്ത്തേണ്ട ആവശ്യമില്ലെന്ന് പറയാം. അടിപൊളി പടം, മാസ്. എടുത്തുപെടാൻ സൈഫ് അലി ഖാൻ ഹീറോ എല്ലാം സൂപ്പർ. എനിക്ക് മ്യൂസിക്കാണ് ഒരുപാട് ഇഷ്ടപ്പെട്ടത്. അനിരുദ്ധിൻ്റെ മ്യൂസിക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ചില പടങ്ങളിൽ കുറച്ചൊന്ന് ഡൗൺ ആയ പോലെ തോന്നിയിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു രക്ഷയില്ല ഈ പടത്തിൽ. ദേവരയിൽ മ്യൂസിക്കാണ് അടിപൊളിയായിട്ടുള്ളത്. പിന്നെ എല്ലാവരുടെ ആക്ടിങ് സൂപ്പറായിരുന്നു. ഫൈറ്റ്, സ്പെഷ്യലി ഫൈറ്റ് സീൻ, പിന്നെ എല്ലാം CG അടക്കം എല്ലാവരും മാസല്ലേ, അടിപൊളിയായിരുന്നു. പിന്നെ ഫൈറ്റും എല്ലാ ആക്ഷൻ സീനെല്ലാം അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മലയാളം ഡബ്ബിങ്ങാണ് അതിൻ്റെ ഒരു മലയാളം ഡബ്ബിങ്ങിൻ്റെ ഒരു പോരായ്മ. ഈ ബ്രഹ്മാണ്ഡ പടം നമുക്കിപ്പോൾ പെട്ടെന്ന് അവൈലബിൾ ആയത് അതായതുകൊണ്ടാണ്. എൻ്റെ ഒരു സമയം അതിനായതുകൊണ്ടാണ്. ശരിക്കും തെലുങ്കിൽ തന്നെ അല്ലെങ്കിൽ തമിഴിലൊക്കെ കാണുമ്പോഴായിരിക്കും കുറച്ചുകൂടി ഒരു ഫീൽ വരാൻ തോന്നും. അത്ര ഇമ്പാക്റ്റ് ഇല്ല. നമ്മൾ കറക്റ്റ് പടം അതിൻ്റെ സെയിം ലാംഗ്വേജ് കാണുന്ന ഒരു എഫക്റ്റ് എന്തായാലും ഇതിൽ ഡബ്ബിങ് മൂവി ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ടാണ് തോന്നിയത്. വലിയതായിട്ടൊന്നുമില്ല, കണ്ടിരിക്കാം. തമിഴ് കണ്ട കുറച്ചുകൂടെ നന്നായിരിക്കും. മലയാളം ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് തോന്നിയത്. സോങ്സ് ആയാലും മലയാളം ആയതുകൊണ്ട് ഒരു എന്തോ പറയുക നാടകം കാണുമല്ലോ തോന്നിയത്. പക്ഷേ കുറച്ചുകൂടെ മേക്കിംഗ് എല്ലാം അടിപൊളിയാണ്. ആ ഒരു അറ്റ്മോസ്ഫിയർ എല്ലാം നല്ലതായിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഏറ്റവും ഇതായിട്ട് തോന്നിയ മലയാളം ഡബ്ബിംഗ് ആണ്. തമിഴിൽ കണ്ട കുറച്ചുകൂടെ നന്നായി. BGM എല്ലാം അടിപൊളിയാണ്. പക്ഷേ സോങ്സ് എല്ലാം കൊള്ളാം. പക്ഷേ ലിറിക്സ് മലയാളമല്ലേ, അപ്പോൾ അതിൻ്റെ ഒരു വിഷയമുണ്ട്. അത്രേ ഉള്ളൂ. തമിഴ് കണ്ട കുറച്ചുകൂടെ നന്നായിരിക്കും. വൺ ടൈം വാച്ചബിൾ. സെക്കൻഡ് ഹാഫ് ആയപ്പം കുറച്ചുകൂടെ കൊള്ളാം. ഫസ്റ്റ് ഹാഫിന് അങ്ങനെ ഗർജന NTR എല്ലാ പടത്തിലെ പോലെ തന്നെ, വേറെ വ്യത്യാസമൊന്നും തോന്നിയില്ല. ഇങ്ങനെ കുറച്ച് മേക്കപ്പ് മാറ്റുന്നേ ഉള്ളൂ, വലിയതൊന്നും തോന്നിയില്ല. അടിപൊളി, നല്ല മൂവിയാണ്. സമയം പോകുന്നത് അറിഞ്ഞൂടാ, എങ്ങനെ പോകുന്നതെന്ന് അറിയില്ല. പിന്നെ അതുപോലെ തന്നെ സോങ്സ് ആയാലും അനിരുദ്ധിൻ്റെ മ്യൂസിക് ആയാലും കിടിലം നല്ലതായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഒരു ക്യാമറ എടുത്തിരിക്കുന്ന രീതികളായാലും നല്ല രസമാണ്. സൈഫ് അലി ഖാൻ്റെ പറയേണ്ട കാര്യം അടിപൊളി. ആൻറ്റി ഹീറോ ആയിട്ട് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആ പടം കുഴപ്പമില്ല ബ്രോ. ഒരു ടിപ്പിക്കൽ തെലുഗു മൂവിയാണ്. അതായത് ജൂനിയർ NTRും സൈഫ് അലി ഖാനും നന്നായിട്ട് പെർഫോം ചെയ്തേക്കുന്നത്. രണ്ടുപേരും കട്ടയ്ക്ക് നിൽക്കുന്നുണ്ട്. സൈഫ് അലി ഖാൻ കട്ടയ്ക്ക് പിടിച്ച് നിന്നിട്ടുണ്ട് ജൂനിയർ NTRൻ്റെ കൂടെ. ജൂനിയർ NTR 2 ഗെറ്റപ്പിൽ വരുന്നുണ്ട്. ഓവറോൾ പടം കുഴപ്പമില്ല. ഒരു ടിപ്പിക്കൽ തെലുഗു പടമാണ്. ഇതിൻ്റെ VFXും CGയും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റി ഉണ്ട്. നമുക്ക് കണ്ടിരിക്കാവുന്ന പടം. പിന്നെ മലയാളത്തിൽ നിന്ന് 3 ആക്ടേഴ്സ് ഉണ്ട്. അതായത് നമ്മുടെ ഷൈൻ ടോം ഉണ്ട്, സുദേവ് നായരുണ്ട്, അതുപോലെ നരയനുണ്ട്. നരയൻ കുറച്ച് പോർഷനേ ഉള്ളൂ, എന്നാലും ഉള്ള സാധനം പുള്ളി നന്നായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് ത്രില്ലിംഗ് അല്ല. NTR സെറ്റ് കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കൊള്ളാം, സെക്കൻഡ് ഹാഫ് ശരിക്കും ലാഗായിരുന്നു. ഓവറോൾ NTR അടിപൊളി പെർഫോമൻസ് അടിപൊളിയായിരുന്നു. ഷൈൻ ടോം ചാക്കോ ഉണ്ട്, അടിപൊളിയായിരുന്നു. മേക്കിംഗ് വൈസ് എല്ലാം VFX CG എല്ലാം നല്ലതായിരുന്നു.